ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കങ്ങളൊക്കെ കോടതിയിൽ നടന്നിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ വാർത്ത വന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥകളുടെ എപ്പിസോഡുകളായിരുന്നല്ലോ. ശബരിമല വലിയൊരു രീതിയിൽ ഉയർത്തിക്കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയില്ല. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ കോടതിയിൽ ഇനി നടക്കാൻ പോകുന്നത് CPM-ന്റെ തല പിളർക്കുന്ന നീക്കങ്ങളാണ്. വരും ദിവസങ്ങൾ സർക്കാരിനും CPM-നും വെള്ളിടി വെട്ടുന്നതായിരിക്കും. ശബരിമലയിൽ നിർണായക നീക്കത്തിലേക്ക് ഹൈക്കോടതിയും കടക്കുകയാണ്. ഡിസംബർ 3 SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. പത്മകുമാർ വരെയുള്ളവരുടെ മൊഴിയിൽ CPM-ലെ ഉന്നതരിലേക്ക് നീളുന്ന ലിങ്ക് ഉണ്ട്. റിപ്പോർട്ട് പരിശോധിക്കുന്ന കോടതി അടുത്ത അറസ്റ്റിന് ഉത്തരവിട്ട അന്വേഷണ സംഘത്തിന് നടപടി എടുത്തേ മതിയാകും. ഗർഭകഥ കൊണ്ട് ശബരിമല മുക്കാൻ കളിക്കുന്ന CPM-നും പിണറായിക്കും ഡിസംബർ 3 ഡിസംബർ 8 അതിനിർണായകമാണ്. AKG സെന്ററിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരം വരെ ശബരിമല വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും അധികമായി വരുന്നില്ല. പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി അത് ഡിസംബർ 8 വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഡിസംബർ 8 എന്ന് കേട്ടത് സർക്കാരിന്റെ ചങ്കിൽ വെള്ളിടി വെട്ടി. കാരണം തദ്ദേശ പോരിന്റെ വോട്ടെടുപ്പ് ഡിസംബർ 9 ആ ദിവസം രാവിലെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിടുകയും തട്ടിപ്പിൽ പത്മകുമാറിന്റെ പങ്ക് കൂടുതൽ വെളിപ്പെടുത്തുകയും ചെയ്താൽ പാർട്ടിക്ക് 8ന്റെ പണിയാകാം. വിശ്വാസം വ്രണപ്പെട്ട് നിൽക്കുന്ന വിശ്വാസി സമൂഹം കൂട്ടത്തോടെ CPM-നെ വലിച്ചെറിയും.